എല്ലാ അർത്ഥത്തിലും ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നേരിടാൻ കരുത്ത് കാണിച്ച, കഴിവ് കാണിച്ച, പ്രാപ്തി കാണിച്ച KPSTയെ പോലുള്ള മറ്റൊരു സംഘടനയെ കാണാൻ പ്രയാസമാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കാരണം നിങ്ങളുടെ 10 വർഷക്കാലത്തെ പ്രവർത്തനം അതാണ്. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടെ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിൽ ഒരവകാശി നിങ്ങളാണെന്ന് പറയാനും കൂടി എനിക്കേറെ സന്തോഷമുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ കാത്തിരിക്കുന്ന കേരളത്തിൽ, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് ജനത തീരുമാനിച്ചിരിക്കുന്ന കേരളത്തിൽ ഒരു കാര്യം പറയുന്നു, അത് ചെവി കൊണ്ട് കേട്ട് അത് കഴുകിക്കളയില്ല. പരമാവധി അത്തരം കാര്യങ്ങളിൽ നീതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, അടുത്ത ഗവൺമെന്റ് UDFൻ്റെതാണെങ്കിൽ നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്തുനിന്ന്, UDFൻ്റെ ഭാഗത്തുനിന്ന് ഈ നമ്മുടെ വരാനിരിക്കുന്ന ഗവൺമെന്റിന്റെ മേലുണ്ടാകും. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇവിടെ വരണമെന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള പോരാട്ടമാണ് അടുത്ത 2 മാസങ്ങളിൽ നമുക്കെല്ലാവർക്കും ഏറ്റെടുത്ത് നടത്താനുള്ളത്. ഇടക്കാലത്ത് ഇപ്പോൾ ഇവിടെ ടെറ്റിൻ്റെയൊക്കെ പരാതികൾ, ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കാസർഗോഡ് വന്നപ്പോൾ പറഞ്ഞു, ടെറ്റിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ പാർലമെന്റിനകത്തും പുറത്തും സാധ്യമായ വേദികളിൽ, കഴിയാവുന്ന വേദികളിൽ, പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കുന്നവരിൽ ഒരു ശബ്ദം ഞങ്ങളുടേതായിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു.